ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മൾ 3 ദിവസമായിട്ട് ഒരു ചെറിയൊരു പരിപാടിയിലായിരുന്നു. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ട്രീ ഉണ്ടാക്കുമായിരുന്നു ഞാൻ സ്നേഹ ചേച്ചിയും കൂടി. ഇതാണ് സ്നേഹ ചേച്ചിയുടെ ട്രീ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി എൻ്റെ ട്രീ കാണിക്കാം. ഇതാണ് എൻ്റെ ട്രീ. അങ്ങനെ ട്രീ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞൊരു ഞങ്ങൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ രാജി ഇങ്ങ് വന്നത്. അപ്പോൾ നമ്മൾ രാജേച്ചിനെ കണ്ടപ്പോൾ തന്നെ എക്സൈറ്റഡായി. കാരണം കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്. ഇവിടുന്ന് റിലീസ് മേടിച്ച് രാജേച്ചി പോയി. അത് കഴിഞ്ഞ് ഫസ്റ്റ് ടൈമാണ് രാജേച്ചിനെ കാണുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ അത് മാത്രമല്ല, രാജേച്ചി ഞങ്ങൾക്ക് മസാല ദോശ മേടിച്ചുകൊണ്ടാണ് വന്നത്. ഇനി അതൊക്കെ കഴിക്കണം. പക്ഷെ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. രാജേച്ചി പാസ്പോർട്ട് മേടിക്കാൻ വേണ്ടിയാണ് വന്നത്. എനിക്ക് തോന്നുന്നത് ഇത് രാജേച്ചിയുടെ ലാസ്റ്റ് വരവാണ് ഈ സ്കൂളിലേക്ക്. ഇനി വരത്തില്ലെന്നാണ് തോന്നുന്നത്. ഇനി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാനൊരു ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫേസ് വാഷും അതിൻ്റെ ഒരു ക്രീമും കൂടെ മേടിച്ചു. ഓഫർ വന്നപ്പോൾ മേടിച്ചതാണ്. ഈ ഒരു ബ്രാൻഡിൻ്റെ ഫേസ് വാഷ് ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. പെട്ടെന്ന് അവർ തന്നപ്പോൾ അതങ്ങ് മേടിച്ചിങ്ങ് പോകുന്നത്. പക്ഷേ ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ഇത് സൺസ്ക്രീം അല്ലെന്ന്. പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശേഷം, സുഖമല്ലേ? ഇവിടെ ചൂടൊക്കെയാണ്, ഭയങ്കര ചൂട്. എനിക്കൊരു സൺസ്ക്രീൻ പോലും ഇല്ല. അതൊക്കെ വിചാരിച്ച് ഞാൻ പോയത്. പക്ഷേ എനിക്കൊന്നും മേടിക്കാൻ പറ്റിയില്ല. ഈ തെമു ഓർഡർ ചെയ്ത് മാസത്തിൽ പൈസ മുഴുവൻ അങ്ങ് പോവുക. പക്ഷെ ഓർഡർ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അതുപോലത്തെ അവസ്ഥയാണ്. അഡിക്റ്റായി പോകും നമ്മൾ തെമു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പോകും. ഓർഡർ ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ തെമു സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സമാധാനം, സന്തോഷം കിട്ടും. പക്ഷെ ഞങ്ങൾ എല്ലാ മാസവും മേടിക്കും തെമു. അതാണ് ഞങ്ങളുടെ എന്താണെന്ന് അറിയത്തില്ല, മനസ്സ് മുഴുവൻ വീട്ടിൽ പോകുന്ന ചിന്ത മാത്രമേ ഉള്ളൂ. പെട്ടെന്നൊന്ന് വീട്ടിൽ ചെന്നാൽ മതി. വീട്ടിൽ ചെന്നിട്ടുള്ള ആ ഒരു മൊമെൻ്റൊക്കെയാണ് എൻ്റെ മനസ്സ് ഫുള്ള്. ഇപ്പം എനിക്കറിയത്തില്ല, മേ ബി ഈ വർഷം വീട്ടിൽ പോയില്ലെങ്കിൽ എനിക്ക് പലതും ലോസ് ആവുമായിരിക്കും. എനിക്ക് എന്തായാലും വലിയൊരു റിഗ്രറ്റായി മാറും. അയ്യോ ഞാൻ പോയില്ലല്ലോ, എന്തൊരു അബദ്ധമാണെന്ന് ഞാൻ ചിന്തിച്ച് പോകുമായിരിക്കാം. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു വർക്കിംഗ് ഡേ വ്ളോഗാണ്. ഹായ് എവറി വൺ, ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഇസ വന്നതുകൊണ്ട് ഇസയോട് കുറേ ഇങ്ങനെ അലച്ചലച്ച് സംസാരിക്കണം നമ്മൾ. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. പക്ഷേ ഇഷ്ടമാണ്, സംടൈംസ് ഇഷ്ടമാണ്. അബിള ഐ ലവ് യു അബിള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം വെച്ചാൽ അവൻ എന്തെങ്കിലും കള്ളത്തരം ചെയ്യുന്നുണ്ട്, അതാണ് അവനങ്ങനെ. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും വേണം, അതുകൊണ്ടൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിള്ളേരെല്ലാവരും കൂടുമ്പോൾ ആയിരിക്കും അവൻ്റെ ഈ ഒരു സ്വഭാവം. ഇന്നത്തെ ദിവസം നമ്മൾ എണീറ്റപ്പോൾ തന്നെ ഈ അലേർട്ട് കണ്ടിട്ടാണ് എണീറ്റത്. ഇത് കണ്ടപ്പോൾ തന്നെ ഓർത്തു, എൻ്റെ ദൈവമേ ഇനി സ്കൂൾ പെട്ടെന്ന് അടയ്ക്കുമെന്നുള്ളൊരു ടെൻഷനായി മനസ്സിൽ. കുറച്ച് നേരം മനസ്സങ്ങ് സ്റ്റക്കായി. എനിക്ക് തന്നെ 6:45 പോകേണ്ടത് 6:45. പക്ഷെ ഞാൻ ഇച്ചിരി ലേറ്റായിട്ടൊക്കെ പോകത്തുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര ഉറക്കം. ഈ ഉറക്കം കാരണമാണ് ഞാനൊരു കറക്റ്റ് ടൈമിങ്ങിൽ ഒന്നിലും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരാളായി മാറിയത്. എൻ്റെ ക്ലാസ്സിലെ 2 കുരുത്തം കെട്ട ചെറുക്കനുള്ളതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ 2-3 പാട്ടൊക്കെ പാടി അങ്ങിരുന്ന്. ആ പാട്ട് പാടിയിരുന്ന ടൈമിൽ ഇതേ നോക്കുന്ന ക്ലാസ്സിൽ നിന്ന് ഡോറൊക്കെ തന്നെ ഓപ്പണാക്കി റിസപ്ഷനിലോട്ട് ഓടിപ്പോയി. ഞാൻ ആ പുറകെ അങ്ങ് പോയി ഓടിയെടുത്ത്. അല്ലായിരുന്നെങ്കിൽ എന്നാ ചെയ്തേനെന്നറിയത്തില്ല. ഞാൻ അതിൻ്റെ ടെൻഷനിലൊക്കെ 2-3 ദിവസമായിട്ട്. അങ്ങനെ ഞാൻ അറബിക്ക് എടുക്കാനല്ല വന്നത് കൊണ്ട് നേരെ റൂമിലോട്ട് വന്ന് ഒരുങ്ങാൻ വന്നതാണ്. രാവിലെ എണീറ്റ് ഒരുങ്ങാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായത് കൊണ്ട് ഞാൻ ഇങ്ങനെ ടൈം ഇടയ്ക്ക് വന്നിട്ട് ഞാൻ ഒരുങ്ങും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത്ര വലിയ മേക്കപ്പൊന്നും അറിയത്തില്ല, എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ നേരെ എനിക്കിനി ക്ലാസ്സിൽ പോയി 2 ആക്ടിവിറ്റിയൊക്കെ എടുക്കണം. ഒന്നാമത് എനിക്ക് ആക്ടിവിറ്റി എടുക്കുന്ന ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ആ സ്പോട്ടിലാണ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ രശ്മി ചേച്ചിനെ നിർത്തിയിട്ട് ഞാൻ നേരെ റൂമിലോട്ട് വന്നതാണ്. പെട്ടെന്ന് തന്നെ തിരിച്ച് ഞാൻ വന്നു, കാരണം എനിക്കൊരു ആക്ടിവിറ്റി ചെയ്യാനുണ്ടായിരുന്നു. അതും ചെയ്തു. പിന്നെ പെട്ടെന്ന് വെറൈറ്റി ആയിട്ട് ഒരു ആക്ടിവിറ്റിയും കൂടെ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അതും കണ്ടുപിടിച്ചു. ഈ മണലൊക്കെ പിള്ളേർ വലിച്ചെറിയുമായിരുന്നു. അതൊക്കെ എങ്ങനെ അടിച്ചു വാരിയാൽ പോലും പോകത്തില്ലാത്തതായിരുന്നു. അതിങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ എല്ലാം ചെയ്ത് എല്ലാവരുടെയും വീഡിയോ എടുത്തു. ഇന്നെനിക്ക് നല്ല മടിയാണ് ഒരു ആക്ടിവിറ്റിയും കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി. സാധാരണ ഞാൻ 3 ആക്ടിവിറ്റി ചെയ്യും, ആർട്ടും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട്, അല്ലെങ്കിൽ സയൻസ് എന്തെങ്കിലും ചെയ്ത്. പക്ഷേ ഇന്നെനിക്ക് മടിയായതുകൊണ്ട്
ഞാൻ ഒന്നും ചെയ്തില്ല, നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോഴാണ് ഒരു കേക്ക് കിട്ടിയത്. നല്ല ടേസ്റ്റായിരുന്നു, ലെമണിൻ്റെ ഫ്ലേവറുള്ളൊരു കേക്കായിരുന്നു. പിള്ളേർ കൊണ്ടുവന്നാണ്, അത് ഞങ്ങൾ ഒരെണ്ണം കഴിച്ചു. മോർണിംഗ് സെക്ഷൻ എങ്ങനെയൊക്കെയോ 2 ആക്ടിവിറ്റി എടുത്ത് തീർത്തു. ഇനി ഈവനിങ് സെക്ഷൻ എന്നാ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ എടുക്കണം, എനിക്കാണെങ്കിൽ അറിയത്തുമില്ല. 1 മാസമായിട്ട് തന്നെ പിന്നെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസവും നല്ല ശുഭമായിട്ട് തീർന്നു. ബൈ ബൈ ഓൾ, ഗുഡ് നൈറ്റ്.